അല്ല, ശ്രീ ജോസഫ് വാഴക്കൻ വളരെ ലഘൂകരിച്ചും ലളിതവൽക്കരിച്ചും ഈ കേസ് സാധാരണഗതിയിലുള്ള ഒരു സാമ്പത്തിക തട്ടിപ്പാണ് എന്നും അസ്വാഭാവികമായി ഒന്നുമില്ല എന്നും വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം കുറെ കാലമായി നടത്തുന്നുണ്ട്. LDF ഗവൺമെന്റിന്റെ കാലയളവിലും UDF ഗവൺമെന്റിന്റെ കാലയളവിലും സാമ്പത്തിക തട്ടിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്, ഞാൻ നിഷേധിക്കുന്നില്ല. അങ്ങനെ തട്ടിപ്പുകൾ ഉണ്ടായിട്ടുള്ള കാലയളവിലും തട്ടിപ്പിനിരയായിട്ടുള്ളവർ ദീർഘകാലം ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട്. നിരവധി സംഭവങ്ങളുണ്ട്. ലാബല്ല ഫൈനാൻസിയേഴ്സിന്റെ കാലം മുതൽ ഇങ്ങോട്ടെടുത്താൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തി ജയിലഴിക്കുള്ളിലായിട്ടുള്ള എത്രയോ പേർ കേരളത്തിലെ ജയിലുകളിൽ മാസങ്ങളോളം കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അത്തരത്തിലുള്ള സംഭവമല്ല ഇവിടെ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നത്. ഇവിടെ എന്താ ചർച്ച ചെയ്യപ്പെടുന്നത്? ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള രാഷ്ട്രീയ ഭരണ നേതൃത്വത്തിലുള്ളവരുടെ പങ്കാളിത്തവും അവരുടെ പ്രോത്സാഹനവും പ്രചോദനവും ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ സംബന്ധിച്ചാണ് ചർച്ച. അല്ലാതെ സരിതയും ബിജു രാധാകൃഷ്ണൻ നടത്തിയിട്ടുള്ള സാമ്പത്തിക തട്ടിപ്പാണെങ്കിൽ സാമ്പത്തിക തട്ടിപ്പായി തന്നെ കേരളം കാണുമായിരുന്നു. അതിൽ നമ്മുടെ സംസ്ഥാനത്ത് നിലവിലിരിക്കുന്ന ഭരണകൂടത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് നിക്ഷേപകരെ തട്ടിപ്പിനിരയാക്കിയെന്ന ഗുരുതരമായിട്ടുള്ള രാഷ്ട്രീയ പ്രശ്നമാണ്, സാങ്കേതികമായിട്ടുള്ള ഭരണ പ്രശ്നമാണ് ഇവിടെ ഉയർന്നു വന്നിട്ടുള്ള വിഷയം. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിട്ടുള്ള ശ്രീ ടെനി ജോപ്പനും മുഖ്യ അംഗരക്ഷകനായിട്ടുള്ള ശ്രീ സലിം രാജും അതുപോലെ തന്നെ ജിക്കുമോൻ ജേക്കബും അതുപോലെ പിയൂൺ ജേക്കബും 2 പോലീസ് കോൺസ്റ്റബിൾ ഉൾപ്പെടെ ഉള്ളവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പുറത്തുപോയത് അതിന്റെ പശ്ചാത്തലത്തിലാണ്. മാത്രവുമല്ല, ഡൽഹിയിലെ അദ്ദേഹത്തിന്റെ അനൌദ്യോഗിക സെക്രട്ടറി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തോമസ് കുരുവിള ഈ കേസിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വസ്തുതകൾ പുറത്തു വന്നു. ഞാൻ അതിന്റെ മുഴുവൻ വിശദാംശങ്ങളിലേക്ക് ധാരാളം നമ്മൾ ചാനലുകളിൽ ചർച്ച ചെയ്തതാണ്. മുഴുവൻ വിശദാംശങ്ങളിലേക്കും ഈ അവസരത്തിൽ കടന്നു പോകുന്നില്ല. അതുപോലെ തന്നെ ഏറ്റവും വലിയ മിസ്റ്റീരിയസ് ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ പത്തനംതിട്ട ജില്ലാ ജയിലിൽ ജയിൽ സൂപ്രണ്ട് സാക്ഷ്യപ്പെടുത്തി സീല് വെച്ച് കൊടുത്ത് പുറത്തുവിട്ട 23 പേജുള്ള വാക്മൊഴിയോ അല്ലെങ്കിൽ പരാതിയോ 3.5 പേജായി ചുരുങ്ങുന്നത് ഉൾപ്പെടെ, അതുപോലെ തന്നെ ഒരു ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഈ കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന അന്വേഷണത്തിന്റെ ഭാഗമായി കുറ്റാരോപിതനായി ജുഡീഷ്യറിക്ക് മുന്നിൽ നിലകൊള്ളുന്നത് ഉൾപ്പെടെയുള്ള അസ്വാഭാവികത നിറഞ്ഞ നിരവധി സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ഈ കേസ് സാധാരണ ഒരു സാമ്പത്തിക തട്ടിപ്പ്, അസ്വാഭാവികമായി ഇതിനകത്ത് ഒന്നുമില്ല എന്ന് പറഞ്ഞ് ലഘൂകരിച്ചുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രശ്നത്തെ പരിമിതപ്പെടുത്തി കാണുന്നതിനെ ആ രൂപത്തിൽ ജനം ഉൾക്കൊള്ളുമെന്ന് കരുതേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഇത് കേരളം 8 മാസം 9 മാസം ചർച്ച ചെയ്തെങ്കിൽ അത് ഒരു ജോലിയുമില്ലാതെ ചാനലും രാഷ്ട്രീയ പ്രവർത്തകരും നിരീക്ഷകരും ഒക്കെ കൂടി ചർച്ച ചെയ്തതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുഖവിലക്കെടുക്കാൻ പോലും കഴിയില്ല. തൽക്കാലത്തേക്ക് നമുക്ക് ആശ്വസിക്കാം, ഗവൺമെന്റ് ആശ്വസിക്കാം. കാരണം അവർ ഇന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഒന്നും ഞാൻ പറയാൻ പോകുന്നില്ല, പറയാൻ കഴിയില്ല. ഇനി പറയാൻ പോകുന്നത് നമുക്കറിയാം. നേരത്തെ ഉണ്ടായിരുന്ന ഐസ്ക്രീം പാർലർ കേസുമായി ബന്ധപ്പെട്ടതായിരുന്നു സ്ഥിതി. ആ കേസ് കഴിഞ്ഞതിന് ശേഷം പണം കിട്ടാതെ വരുമ്പോൾ അല്ലെങ്കിൽ ബാർഗൈനിങ് ടാക്ടിക്സ് നടക്കാതെ വരുമ്പോൾ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുമെന്ന് പ്രഖ്യാപിക്കും, ഭാഗികമായി പറയും, പിന്നീട് അത് പിൻവലിക്കും. ഇത് തുടരും. ഈ പൊളിറ്റിക്കൽ ബ്ലാക്ക്മെയിലിംഗും അതിന്റെ ഭാഗമായിട്ടുള്ള ബാർഗൈനിങ്ങും കേരളത്തിന്റെ രാഷ്ട്രീയത്തെ മലീമസപ്പെടുത്തും. അല്ലാതെ പ്രതിപക്ഷവും അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാധ്യമങ്ങളും കൂടി ചേർന്നിട്ടല്ല കേരളത്തിന്റെ രാഷ്ട്രീയത്തെ മലീമസപ്പെടുത്താൻ വേണ്ടി ടീം സോളാർ കേസിനെ വിനിയോഗിച്ചത്. അത് വസ്തുതകളൊക്കെ കേരള